നമസ്കാരം. ഈ കാഴ്ചകൾ ഏതൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ടാണോ കൊണ്ടാടപ്പെടുന്നത്, ഇത്തരം ജീവികളെ എന്തു പേരിട്ട് വിളിക്കണം? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തുപ്പൽ ക്യൂവിൽ നിന്ന് വാങ്ങി മുഖമാകെ പൂശി സായുജ്യമടയുന്നവർ, അത് അപ്പാടെ അകത്താക്കുന്നവർ, സൽക്കാരങ്ങൾക്ക് തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ തുപ്പി പവിത്രമാക്കുന്നവർ, ഹോട്ടലുകളിൽ തയ്യാറാക്കുന്ന തന്തൂരി റൊട്ടികൾ തുപ്പുന്നവർ, ഹോട്ടലുകളിൽ പാഴ്സലുകളിൽ തുപ്പിവെച്ച് പാക്ക് ചെയ്യുന്നവർ. തുപ്പലുകളുടെ അമൃതത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. മാരകങ്ങളായ സർവ്വവിധ പകർച്ചവ്യാധിക്കും ഹേതുവായി ഭവിക്കുന്ന തുപ്പൽ വിസർജ്യത്തിന്റെ അമൃതയത്ത് വലിയൊരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. മറ്റൊരുത്തിന്റെ തുപ്പലും ഉമിനീരും കഫവും എല്ലാം വാങ്ങിക്കഴിക്കുന്നവർ, മുഖമാകെ പൂശുന്നവർ മഹാരോഗങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. എയ്ഡ്സും മഞ്ഞപ്പിത്തവും ക്ഷയരോഗവുമെല്ലാം കൈനീട്ടി ഏറ്റുവാങ്ങുന്നു. മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് കരുതി ഈ അതിനീചമായ ഹീനകൃത്യം കണ്ടില്ലെന്ന് അധികാരികൾ നടിക്കരുത്. അത് ഈ സമൂഹത്തോടും നാടിനോടും ചെയ്യുന്ന കൊടിയ അപരാധമാണ്. സമൂഹത്തെ ഒന്നാകെ മഹാരോഗത്തിലേക്ക് നയിക്കുകയാണ്. ആരോഗ്യ വകുപ്പിന്റെയും ഈ സാമൂഹ്യ വിപത്ത് നിയന്ത്രിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളുടെയും മൌനം കുറ്റകരമാണ്. തുപ്പുന്നവന്റെയും തുപ്പൽ വാങ്ങുന്നവനെയും ജയിലിൽ അടയ്ക്കണം. കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനെതിരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. തുപ്പൽ വിശ്വാസത്തെ വേരോടെ പിഴുതുകളഞ്ഞില്ലെങ്കിൽ വലിയൊരു സാമൂഹ്യ വിപത്തായി പരിണമിക്കുമെന്നത് തീർച്ചയാണ്. നന്ദി, നമസ്കാരം.